ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. പോളിംഗ് ഭേദപ്പെട്ട നിലയിൽ പുരോഗമിക്കുന്നു. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിലാണ് ജനം വിധിയെഴുതുന്നത്. മണിപ്പൂരിൽ വ്യാപകമായ സംഘർഷമുണ്ടായി. ത്രിപുരയിൽ BJP പോളിംഗ് ബൂത്തുകൾ കയ്യേറുന്നതായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് UP-യിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ പുരോഗമിക്കുന്നു. ഇപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും അത് കുറച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സംഘർഷം ഉണ്ടാകുന്നു വീണ്ടും വീണ്ടും എന്നുള്ളത്. ഏത് രീതിയിലാണ് മറ്റ് മണ്ഡലങ്ങളിലെല്ലാം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? സ്മിത സൂചിപ്പിച്ച പോലെ മണിപ്പൂരിന്റെ കാര്യവും ഛത്തീസ്ഗഡിന്റെ കാര്യവും മാറ്റിവെച്ചാൽ, ഛത്തീസ്ഗഡിലെ ചില മണ്ഡലങ്ങളിലെ കാര്യവും മാറ്റിവെച്ചാൽ വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമായിട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഈ സംഘർഷം ഉണ്ടാകുന്ന ചില ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ സമാധാനപരമായിട്ട് കൂടുതൽ കേന്ദ്രസേനയുടെ സാന്നിധ്യം ഉറപ്പാക്കിയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട്. ചില വിമർശനങ്ങൾ SP-യുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടും അതിന്റെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ളതാണ്. അതിനുശേഷം പരാതിയായി എഴുതി നൽകാനായിട്ടാണ് SP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അവർ വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ മണിപ്പൂരിലാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാനായി